നമസ്കാരം. നല്ല കേരളത്തിനായി എന്ന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും പുതുവത്സരത്തിനും ഇനി അത് തെരഞ്ഞെടുപ്പിന്റെ തലേന്നായാൽ കൂടി മലയാളിക്ക് ആഘോഷങ്ങളുടെ അവിഭാജ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു മദ്യം. എന്നാൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത ആഘോഷങ്ങൾക്ക് മാത്രമല്ല മേമ്പൊടിയായി മലയാളി മദ്യം ഉപയോഗിക്കുന്നത് എന്നാണ്. ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു മലയാളി മദ്യത്തെ. ഈ മദ്യപാനാസക്തിക്ക് കുടപിടിക്കുന്നതാണോ സംസ്ഥാന സർക്കാരുകളുടെ മദ്യനയം? മലയാളിക്ക് ഈ സ്ഥിതിയിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് എന്നെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെ മലയാളിയെ സഹായിക്കുന്ന ഒരു മദ്യനയം കേരള സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് എന്നെങ്കിലും രൂപപ്പെടുത്താൻ കഴിയുമോ? ഇതാണ് ഇന്ന് നല്ല കേരളത്തിനായി എന്ന പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ജെ ലളിതാംബിക IAS, ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകയാണ്. അതിലുപരി എക്സൈസ് കമ്മീഷണറായി ദീർഘകാലം സേവനം നടത്തിയതിന്റെ അനുഭവം അവർക്കുണ്ട്. ശ്രീ വി രാംദാസ്, മദ്യനിരോധന സമിതിയുടെ പ്രമുഖനായ പ്രവർത്തകനാണ്. ഗാന്ധി സ്മാരക നിധിയുടെ ഭാരവാഹിയും കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ കെ കുമാർ, മാനസിക ആരോഗ്യ വിദഗ്ധൻ എന്നതിലുപരി പീപ്പിൾസ് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയുടെ ഡയറക്ടറായി സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ശ്രീ PS ശിവദാസൻ, ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. പൊതുസ്ഥലത്ത് അച്ചടക്കത്തോടെ പെരുമാറാൻ മലയാളിയെ പഠിപ്പിച്ചത് മദ്യശാലകളാണെന്ന് അവയ്ക്ക് മുന്നിലെ ക്യൂ കണ്ടാൽ തോന്നിപ്പോകും. മറ്റിടങ്ങളിലെ നമ്മുടെ പെരുമാറ്റം പലപ്പോഴും ഈ വിശ്വാസം ശരിവയ്ക്കുകയും ചെയ്യുന്നു. അത്രയേറെ പ്രാധാന്യമുണ്ട് മലയാളിയുടെ ജീവിതത്തിൽ മദ്യത്തിന് എന്നുപോലും പറയേണ്ടി വരും. ഓരോ വർഷവും നാം കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ അളവ് ഇത് ശരിവയ്ക്കുകയും ചെയ്യുന്നു. ഉത്സവത്തിനും വിവാഹത്തിനും മരണത്തിനുമെന്നല്ല, തെരഞ്ഞെടുപ്പ് തലേന്ന് പോലും മലയാളി മദ്യപാനത്തിൽ പുതിയ റെക്കോർഡിടുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് കണക്ക് റെക്കോർഡിൽ നിന്ന് റെക്കോർഡിലേക്ക് നീളുന്നു. ഈ വിറ്റുവരവിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനവും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നു. ഈ വരുമാനത്തിൽ കണ്ണുവയ്ക്കുന്നതല്ലാതെ അടുത്ത വർഷം മുതൽ മദ്യവിൽപ്പന കുറയ്ക്കുമെന്ന് ഇതുവരെ ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല. ഒരു വശത്ത് എണ്ണമില്ലാതെ മദ്യഷാപ്പുകൾ അനുവദിക്കുമ്പോൾ മറുവശത്ത് മദ്യവിരുദ്ധ പ്രചാരണം എന്നതാണ് നയം. എന്നാൽ ഇപ്പോൾ പേരിനു പോലും ഇത് പറഞ്ഞു കേൾക്കാനുമില്ല. മദ്യപാനം അത്ര മോശം ശീലമല്ലെന്നതിൽ തുടങ്ങി അല്പസ്വല്പം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം എന്നുവരെ എത്തിയിരിക്കുന്നു സ്ഥിതി. മദ്യപിച്ച് വാഹനമോടിച്ച് നൂറുകണക്കിന് യുവാക്കളെ നമുക്ക് നഷ്ടമാകുമ്പോൾ, മദ്യത്തിനടിപ്പെട്ട് മലയാളി ആത്മഹത്യ പ്രവണതയിലേക്ക് നീങ്ങുമ്പോൾ, ഗാർഹിക പീഡനവും വിവാഹമോചനങ്ങളും ഒരു വശത്ത് തുടർക്കഥയാകുമ്പോൾ, ഇതിനെല്ലാം മുഖ്യ കാരണമായി നാം കാണുന്ന മദ്യം മലയാളി തീന്മേശയിൽ വരെ വിളമ്പുന്നു. ഇപ്പോൾ മലയാളിയുടെ ഈ പ്രവണതയിൽ നിന്ന് ഒരു തിരിച്ചുപോക്കുണ്ടാകുമോ? അതിന് മലയാളിയെ സഹായിക്കുന്ന ഒരു മദ്യനയം നമുക്ക് സമീപഭാവിയിൽ സ്വപ്നം കാണാൻ കഴിയുമോ? ശ്രീമതി ലളിതാംബിക, മലയാളിയുടെ മദ്യപാന ആസക്തി ഭയപ്പെടുത്തുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ മദ്യപാനത്തെക്കുറിച്ചുള്ള ട്രെൻഡുകളെക്കുറിച്ചോ അല്ലെങ്കിൽ മദ്യനയത്തെക്കുറിച്ചോ ആദ്യം ചർച്ച ചെയ്യാൻ? തീർച്ചയായും. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുൻ എക്സൈസ് കമ്മീഷണറും മുൻ ബിവറേജസ് കോർപ്പറേഷന്റെ ചെയർമാനും ഒക്കെ ആണെങ്കിലും വാസ്തവത്തിൽ ഇന്നിപ്പം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം പറഞ്ഞ് അഭിമാനിക്കുന്ന കേരളം ഇന്ന് മദ്യപന്മാരുടെ സ്വന്തം നാടായി മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ വളരെയധികം ഉത്കണ്ഠാകുലരാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ മുഖവുരി പറയുകയുണ്ടായി, നമ്മൾ വിഷുവിൻ്റെ അന്നും വിഷു, ഓണം, പുതുവർഷം എല്ലാത്തിനെയും ഇപ്പോൾ മലയാളി ആഘോഷിക്കുന്നത് കുടിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കണക്കുകൾ പറയുകയാണെങ്കിൽ വിഷുവിന് നമ്മളിവിടെ കുടിച്ച് തീർത്തത് 56.46 കോടി രൂപയുടെ മദ്യമാണ്. അത് വിഷുവിൻ്റെ തലേന്ന് 28.47, വിഷു ദിവസം 19.24. ഇനി പുതുവർഷത്തിനെ ആഘോഷിക്കാൻ വരവേൽക്കാൻ നമ്മൾ 2011 ജാനുവരി കുടിച്ചു തീർത്തത് 32.86 കോടി രൂപയുടെ മദ്യമാണ്. ഇതിനേക്കാളും ഒക്കെ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത് പെട്രോളിൽ നിന്ന് കിട്ടുന്ന വരവിനേക്കാൾ കൂടുതൽ മദ്യത്തിൽ നിന്നാണ് കേരളത്തിന് കിട്ടുന്നത്. ഇവിടെ സംസ്ഥാനത്തിന് 2010-2011 ലഭിച്ച നികുതി വരുമാനം മദ്യത്തിൽ നിന്ന് മാത്രം 3885 കോടിയാണ്. പല പ്രാവശ്യം വില കൂട്ടിയിട്ടും പെട്രോളിൻ്റെയും ഡീസലിൽ നിന്ന് കിട്ടിയത് ആകെ 3380 കോടി രൂപയാണ്. കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ്. ഈ മദ്യത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഈ വർഷം 21% വർധനവുണ്ടായി. ഞാൻ ഒരു 8-10 വർഷം മുൻപ് 2001 മറ്റോ എക്സൈസ് കമ്മീഷണർ ആയിരിക്കുന്ന കാലത്താണ് പെർ ക്യാപിറ്റ കൺസംഷനിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ കവച്ചു വെച്ചു. പിന്നെ പഞ്ചാബായിരുന്നു. പഞ്ചാബിനെ നമ്മൾ തോൽപ്പിച്ചു. പഞ്ചാബിലെന്ന് പറഞ്ഞാൽ അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ് മദ്യപാനം. അത് വിവാഹത്തിനും അവർക്ക് ഓരോ ആഘോഷങ്ങൾക്ക് അവരുടെ ഭാഗ്ര ഡാൻസും ഒരു ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. അതേസമയം ഇവിടെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നില്ല, അതിനൊരു അക്സെപ്റ്റബിലിറ്റി ഉണ്ടായിരുന്നില്ല.
ആ നമ്മൾ പഞ്ചാബിനെ 10 വർഷം മുൻപേ തോൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഔദ്യോഗിക തലത്തിൽ എനിക്ക് ഔദ്യോഗികമായിട്ട് വളരെ സന്തോഷം തോന്നേണ്ട ദിവസമാണ്, പക്ഷെ എന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ദിവസമാണെന്ന്. അപ്പോൾ ഇങ്ങനൊരു വലിയ സാമൂഹ്യ പ്രശ്നത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇപ്പോൾ പെർ ക്യാപിറ്റ കൺസംഷൻ ലിറ്റർ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ളത് ജപ്പാനാണ്. ഇപ്പം കേരളം 8 ലിറ്ററാണ്. ഈ ഞാൻ പറഞ്ഞ കണക്കൊക്കെ വെറും 3.38 കോടി ജനസംഖ്യയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിലാണ് ഈ 6000-ലധികം കോടി രൂപയുടെ വിൽപ്പന എന്ന് പറയുന്നത്. വളരെയധികം അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് പോളിസി ഇപ്പം പറയുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് എനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പെൻഷൻ തരുന്നത് ഇതിൻ്റെ പൈസ കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പം മദ്യപന്മാരെയൊക്കെ കണ്ടാൽ കുറച്ച് ബഹുമാനത്തോടെ നോക്കണം. കാരണം അവർ സർക്കാരിന് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പെൻഷനും ശമ്പളവും. തിരിച്ചു വരാം. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഒരു സാമൂഹ്യ വിപത്തിനെ അല്ലെങ്കിൽ ഇത്ര വലിയൊരു വെല്ലുവിളിയെ നേരിടാൻ പ്രാപ്തമാണോ കേരളത്തിലെ സാമൂഹിക പരിതസ്ഥിതി ഇപ്പോൾ? ശ്രീമതി ലളിതാംബിക മാഡം പറഞ്ഞതുപോലെ വളരെ ഭീതിതമാണ് നമ്മുടെ സ്ഥിതി. ഓരോ ദിവസവും, ഇത് കൂടാനുള്ള കാര്യം പറയാം, ഓരോ ദിവസവും 50 ലക്ഷം പേരാണ് കേരളത്തിൽ മദ്യപിക്കുന്നവർ. ഒരു ദിവസം മദ്യപിക്കുന്നത് 50 ലക്ഷം പേരാണ്. അത് 48 ലക്ഷം കുടുംബങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. ഈയിടെ ഡിസംബറിൽ എടുത്ത ഒരു കണക്കനുസരിച്ചാണ്. അത് അതിൻ്റെ അർത്ഥം ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ, ശരാശരി ഒന്നിൽ കൂടുതൽ മദ്യപന്മാരുണ്ടെന്നാണ്. അതൊന്ന്. രണ്ട്, ഈ മദ്യപിക്കുന്ന 50 ലക്ഷത്തിൽ 80% തൊഴിലാളികളാണ്. അന്നുള്ള അഷ്ടിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് ചോര നീരാക്കി എല്ലുനുറുക പണിയെടുത്ത് കഴിയുന്ന തൊഴിലാളികളാണ്. അവർ ഇതിൻ്റെ സിംഹഭാവവും കൊണ്ട് ഈ കൊടുക്കുന്നത് മദ്യ ഷോപ്പുകളിലാണ്. അവരുടെ വീടുകളിലെ സ്ഥിതി ഞാൻ പറയാതിരിക്കുക നല്ലത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.